സമൂഹത്തിനെന്നും അപമാനം, എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്കാരുമില്ല, എൻ്റെ സ്വഭാവം ശരിയല്ല, ആരായിരിക്കും? അങ്ങനെ വിനായകൻ. അങ്ങനെ അതിപ്പോ നമുക്ക് പറയാനായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. വിനായകൻ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പം വിനായകൻ ഇത് പറയുമ്പം ഈ പടത്തിലോട്ട് നിങ്ങൾ വിനായകനെയാണോ ചൂസ് ചെയ്തത്? രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതില് പിന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മമ്മൂക്കയിലോട്ട് എത്തി അദ്ദേഹം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. മറ്റൊരു കഥാപാത്രത്തെ ആദ്യം ചർച്ചകൾ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മളെ മമ്മൂക്കയിലോട്ട് എത്തിച്ചതും ഈ പ്രോജക്റ്റിന് വലിയ രീതിയിൽ സഹായമൊക്കെ സംഭവിച്ച അങ്ങനെയൊക്കെയാണ്. കാരണം അതുകൊണ്ടാണ് മമ്മൂക്കയിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റിയതെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ എൻ്റെ അല്ലാതെ കോമൺ ഫ്രണ്ട് പിന്നെ വിവേക് രാമദേവൻ സുഹൃത്തുണ്ട്, സി വി സാരഥി, ഇവരൊക്കെ ത്രൂ വഴിയാണ് പൃഥ്വിരാജിലോട്ട് എത്തിയത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പോക്ക് നടന്നത്. അപ്പം ഇതിന്റെ ഷൂട്ട് സമയപ്പോഴത്തേനും ഈ പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യാൻ ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പല ചർച്ചകളും നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ ഒരു അസോസിയേറ്റും ഇതുപോലെ വിനായകൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞത്. അതൊരു എക്സൈറ്റിംഗ് ഐഡിയ ആയിരിക്കുമല്ലോ എന്നൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം നമുക്ക് യാദൃശ്യമായിട്ട് ആൻഡോ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എന്നെ ആൻഡോ ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ ചോദിച്ചത്. അപ്പോഴും അത് ആലോചിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിലും കിടപ്പുണ്ട്. അല്ല, ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. മമ്മൂക്ക വിനായകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ അതിലൊരു രസകരമായ കോൺട്രാസ്റ്റ് ഉണ്ട്. അപ്പൊ ആ കോൺട്രാസ്റ്റ് നമുക്ക് ഇപ്പോഴും പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഔട്ട് വരുമ്പോഴും നമുക്കത് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർക്കും അത് കിട്ടിയിട്ടുണ്ട്. മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു നടനാണ്. പിന്നെ അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളുടെ മാനസംസും ഒരു ക്യാരക്ടറൈസേഷൻസിന്റെ ഒക്കെ ചില ട്രൈറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. ഈ വിനായകന്റെ കഥാപാത്രം ഭീകരമായ ലൗഡ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഒരു പുതുമ ഉണ്ടായേക്കാം എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള തോന്നലുകൾ കാരണം ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കാം അതെന്ന് തോന്നി. പിന്നെ നമുക്ക് എല്ലാം പ്രധാനപ്പെട്ട ഒരു സംഗതി, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് ജയിലറൊക്കെ. അപ്പൊ അങ്ങോട്ട് എത്തി അദ്ദേഹം ഓക്കെ പറയണം എന്നുള്ളത് വേറൊരു കടമയുണ്ട്. അതും എങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് പിന്നെ വിനായകൻ ചേട്ടനും ആ ക്യാരക്ടർ ട്രേറ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ചേട്ടൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചേട്ടനും ആ ക്യാരക്ടറിൽ ഒരു ഹൈ കിട്ടിയായിരുന്നു.